എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. എസ് വേണുഗോപാലാണ് ഇന്ന് കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മളിന്ന് വെള്ളാപ്പള്ളിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വളരെ സ്ട്രെയിറ്റ് ചോദ്യം, വെള്ളാപ്പള്ളി പറയുന്നത് ഇസ്ലാമോഫോബിയാണോ? ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്കൊരു തോന്നൽ എന്നല്ലേ, അല്ലെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഇറാഷണൽ ഫിയർ എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിയർ ഇറാഷണൽ അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വാചകങ്ങളും ബോധ്യപ്പെടുത്തുന്നത്. എനിക്ക് അത്തരത്തിലൊരു ഫിയർ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ പൊതുവിലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനും ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് മതേതരവാദികളായ മതവാദികൾ എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻ്റ് അടിച്ചു. അത് ഏതാണ്ട് ചങ്കിക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി എന്ന് അവർക്കും തോന്നിയിട്ടുണ്ട്. അത്തരം ഒരു ഡിസ്ക്രിപ്ഷൻ അവർക്ക് ഇതുവരെ അങ്ങനെ ആരും പബ്ലിക്കായിട്ട് അധികം ചാർത്തി കൊടുത്തിട്ടില്ല. അവരൊരു മിതവാദികൾ എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് തീവ്രവാദികൾ അവിടെ കയറിപ്പോയിട്ടുണ്ടെന്നും അങ്ങനെ അവർ ഇപ്പോൾ ഒരു തീവ്രവാദ ലൈനുള്ളവരും അതിനകത്തുണ്ടെന്നൊക്കെയുള്ള ധ്വനിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. മതേതരവാദികളായ മതവാദികൾ, സെക്കുലറായ റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു തെറ്റ് തട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു തീവ്രവാദ സ്വരമാണോ അതോ ഒരു സമുദായ നേതാവിൻ്റെ സ്വരമാണോ അവിടെ കേട്ടതെന്നൊരു ചോദ്യമുണ്ട്. അല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞതെല്ലാം അധികവും സമുദായ നേതാവിൻ്റെ സ്വരം തന്നെയാണ്. SNDP യോഗത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ അതിൽ കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രധാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഈഴവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നത്, അത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്. അതിലാണ് പ്രധാനം. ഈഴവരുടെ ഈഴവർ മാത്രമല്ല, ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അത് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടൊക്കെയുള്ള ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത് SNDP. ആ മുദ്രാവാക്യമാണ് അദ്ദേഹം അധികവും പറഞ്ഞത്. പക്ഷെ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഈ മലപ്പുറം ഫോബിയ എന്ന് വേണമെങ്കിൽ പറയാം. മലപ്പുറത്ത് ആൾക്കാരെക്കുറിച്ച് മറ്റ് സ്ഥലങ്ങളിലുള്ളവരുടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു തോന്നൽ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു പ്രത്യേക രാജ്യമാണെന്നോ, ചിലരുടെ ഒരു പ്രത്യേക ശ്വാസം മുട്ടുന്നു, ഈഴവർക്ക് ശ്വാസം മുട്ടുന്നു. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് മുൻപായി അവിടെ വോട്ട് കുത്താനുള്ള യന്ത്രങ്ങൾ മാത്രമാണ് ഈഴവരെന്നും അവർക്കിപ്പോൾ ആ കിട്ടുന്ന പണി തൊഴിലുറപ്പാണെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്റ്റേജിൽ പ്രസംഗിക്കുന്നു. അതെ. എൻ്റെ മറ്റൊരു പ്രധാന ചോദ്യം, ഞാനൊരു തിരുവിതാംകൂർ അല്ലെങ്കിൽ സോക്കോൾഡ് തിരുവിതാംകൂറിൽ പെടുന്ന ഒരാളാണ്. മലബാർ ഏരിയയെക്കുറിച്ചുള്ള തിരുവിതാംകൂറുടെ എൻ്റെ ഒബ്സർവേഷനല്ല, ഞാനൊരു സാധാരണക്കാരൊരാൾ ചോദിച്ചാൽ പോലും അവർ പറഞ്ഞത് അത് മലബാർ നമുക്കറിയാലോ, ഞങ്ങളൊന്നും അങ്ങോട്ട് പോവില്ല. നേരെ തിരിച്ച് വടക്കരോട് തെക്കന്മാരെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഈ ഏരിയയെ കുറച്ചുകൂടി ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമായി ഒബ്സർവ് ചെയ്ത് അതിൽ അധിഷ്ഠിതമായിട്ടൊരു ഒപ്പീനിയൻ ആയിരിക്കും പറയുന്നത്. ഈ തെക്കനെയും മൂർഖം പാമ്പിനെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തെക്കനെ അടിക്കണം പിന്നെ മൂർഖം പാമ്പിനെ അടിക്കാവൂ എന്നാണ് പറയുന്നത്. ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അതെ. അപ്പോൾ ഇത് എപ്പോഴും ഉള്ളതാണ് ഈ പ്രാദേശികവാദമൊക്കെ. അത് രണ്ട് പ്രവിശ്യകളായി തിരിച്ച് പിന്നെയും കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ അത് ജില്ലാവാദമാകും, കുറച്ച് കഴിയുമ്പോൾ അത് പഞ്ചായത്ത് വാദമാകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇതിനൊരു കാരണം കേരളം മറ്റു സംസ്ഥാനങ്ങളെ പോലല്ല. കേരളം ഉണ്ടായത് 3 കൊച്ചു നാട്ടുരാജ്യങ്ങൾ ചേർത്തുകൊണ്ടാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഇത് 3 ചേർത്തപ്പം ഇതിന് 3 എല്ലാം ഭാഷയൊക്കെ ഉണ്ട്. മലയാളം സംസാരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഭാഷയിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ആചാരങ്ങളിൽ പല വ്യത്യാസം, മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വിഭജിപ്പിന്റെ ശേഷം വന്ന യോജിപ്പ് അത് കുറേശ്ശെ വന്നിട്ടുള്ളൂ. അത് പൂർണ്ണമായ യോജിപ്പിലെത്തിക്കാൻ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത്. തീർച്ചയായും. സാർ ഇപ്പോൾ പറയുന്നത് വെള്ളാപ്പള്ളിക്ക് ഒരു സമുദായ നേതാവിൻ്റെ സ്വരം ആണെന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഈ മലപ്പുറത്തെ പോപ്പുലേഷൻ നോക്കുക, 70% എന്ന് വെക്കാം. അവിടെ മുസ്ലിങ്ങൾ 70% ഏകദേശം 20% ഹിന്ദുക്കളുണ്ട്. ബാക്കി വരുന്നത് മറ്റ് മതസ്ഥരാണ്. വെള്ളാപ്പള്ളിയുടെ നാടായ ആലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ നേരെ തിരിച്ചാണ്. 70% ഹിന്ദുക്കളും അത് 10-15% മാത്രം വരുന്ന മുസ്ലിങ്ങളും മറ്റ് മതസ്ഥരുമാണ് ഉണ്ടാവുക. ഇത് വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് എപ്പോഴെങ്കിലും പറയാനുള്ള സാധ്യതകളുണ്ടോ? ഇതിപ്പോൾ മലപ്പുറത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടാണ്. പക്ഷെ അതിനുള്ള സാധ്യത കുറവായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത്
ഒരു മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി CPM ചെയ്തതാണ്. 1969 ഈ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ 67-ന് ശേഷം മുസ്ലിങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളൊരു നയം EMSൻ്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ മുസ്ലിങ്ങളെ കൂടെ നിർത്താനായിട്ട് അന്ന് മുഹമ്മദ് കോയ അടക്കമുള്ളവരെ കാണുകയും അവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കുകയും അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഇലക്ഷനിൽ മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 67-ലെ സർക്കാർ വരികയും ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിങ്ങളുടെ ഒരു ഡിമാൻഡായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ജില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഈ മറ്റ് ജില്ലകളെക്കുറിച്ച് ഇപ്പോൾ കോട്ടയം ക്രിസ്ത്യാനികളുടെ ജില്ലയാണോ എന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഹിന്ദുക്കളുടെ ജില്ലയാണോ എന്ന് ചോദിക്കാറില്ല. പക്ഷെ മലപ്പുറം മുസ്ലിങ്ങളുടെ ജില്ലയാണെന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ പിറവിക്ക് തന്നെ അത്തരത്തിലുള്ള ചെറിയൊരു കഥയുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ചോദിക്കുന്നത്. അതേസമയം ആലപ്പുഴയെക്കുറിച്ച് അങ്ങനെ ചോദിക്കാത്ത, ആലപ്പുഴ ആരും സൃഷ്ടിച്ചതല്ല, ആലപ്പുഴ തനിയെ കുറേ ഹിന്ദുക്കൾ ചേർന്ന് സൃഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ ഈഴവർ ചേർന്ന് സൃഷ്ടിച്ചതല്ല, തിരുവനന്തപുരത്ത് നായന്മാർ ചേർന്ന് സൃഷ്ടിച്ചതല്ല, കോട്ടയം അച്ചായന്മാർ ചേർന്ന് സൃഷ്ടിച്ചതല്ല. ഈ ഒരു പ്രത്യേകത നിൽക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. പക്ഷെ ഇതൊക്കെ മറന്നു കളയേണ്ട, പൊറുക്കേണ്ട സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഞാനതാ പറഞ്ഞത്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാമുദായിക സംഘടനകൾക്കോ ഈ മുറിവുകൾ ഉണക്കാനും കൂട്ടിച്ചേർക്കാനുമുള്ള കഴിവില്ലാതെ പോയി എന്നുള്ളതാണ്. ഈ മലപ്പുറത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം സാറ് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കും എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിന് മുകളിൽ മുന്നേ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗിനോട് മലപ്പുറം പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സമ്മേളനത്തിലുമായി ബന്ധപ്പെട്ട പ്രമേയമൊക്കെ പാസ്സാക്കുന്നു. പിന്നീട് സമസ്ത പലയിട സമയങ്ങളിലും ഇങ്ങനൊരു ആവശ്യം വരുന്നുണ്ട്. അതിനെതിരെ BJP കഴിഞ്ഞ വർഷം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നുണ്ടായി. അപ്പോൾ മലപ്പുറം പുതിയൊരു സംസ്ഥാനമാക്കണമെന്നും, കാരണം ഭൂരിപക്ഷമുള്ളത് മുസ്ലിങ്ങളായതുകൊണ്ട് മലപ്പുറത്തെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം പശ്ചാത്തലമുള്ള മറ്റ് പല സംഘടനകളും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ വെച്ച് ഇതൊരു സ്പെസിമെനായി നമുക്കിവിടെ വെക്കാം. ഇതും വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടോ? വെള്ളാപ്പള്ളി അടിച്ച പ്രസ്താവന ദൂരവ്യാപകമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതൊരു ഒഴുക്കൻ പറ്റി പറഞ്ഞു. അദ്ദേഹം ഏത് കോൺടെസ്റ്റിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അത് അവിടെ മുസ്ലിങ്ങൾക്ക് അപ്രമാദം കിട്ടുകയും ഈഴവർക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടാതെ പോവുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിലൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഒരു നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കർണാടകയിലെ ചില പ്രദേശങ്ങൾ, തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു മുസ്ലിം സംസ്ഥാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഇടയ്ക്ക് ചില ഫണ്ടമെന്റലിസ്റ്റുകൾ ചിന്തിച്ചിരുന്നു. ആ ഫണ്ടമെന്റലിസ്റ്റുകളുടെ ചിന്ത അത് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടിയിൽ വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവരുടെ യൂത്ത് വിങ്ങിലും മൂത്ത വിങ്ങിലും ഒക്കെ ഇത്തരം ചിന്തകൾ വന്നുപോയി എന്നുള്ളതാണ് കുഴപ്പം. അത് വന്നപ്പോൾ അതറിയാതെ പുറത്തു ഇതാണ് മുസ്ലിം ലീഗിന് പഴയ മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖച്ഛായ എടുക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭം. അതാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ എടുത്ത നിലപാട് പോലൊരു നിലപാട് മുസ്ലിം ലീഗിന് ഇന്ന് എടുക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് സമയത്ത് എന്ത് സംഭവിക്കും? കേരളത്തിൽ ഒരുപക്ഷെ മറ്റു പലയിടത്തേക്കാൾ രൂക്ഷമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു സ്റ്റാൻഡ് ഇന്ന് വഖഫ് പ്രശ്നത്തിൽ പോലും ലീഗിന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഉള്ളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾ ഇവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ചില തീവ്രവാദ സംഘടനകൾ ഈ ലീഗിൻ്റെ സ്ഥാനം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ലീഗിനുള്ളിലെ ഭയമാണ്. ഇതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പോലത്തെ ചില ഫീലിങ്ങുകൾ ചിലർക്ക് ഉണ്ടായി വരുന്നത്. അല്ല, ഇത് ഇവിടെ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് ഇത്തരം ഒരു ഇസ്ലാമോഫോബിയ ശരിക്കും പറഞ്ഞാൽ ലോകവ്യാപകമായിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതിൻ്റെ കാരണം പല രാഷ്ട്രങ്ങളിലും മുസ്ലിങ്ങളെ സ്വീകരിക്കുന്നതിന് ഒരു മടിയും കാണിച്ചില്ലെന്നാണ്, പ്രത്യേകിച്ച് യൂറോപ്പ്. പക്ഷേ ഇന്ന് യൂറോപ്പിൽ അത്തരത്തിലുള്ള ഒരു നിലപാടല്ല പലർക്കും ഉള്ളത്. ഞാൻ 1989 ഹോളണ്ട് സന്ദർശിച്ചതാണ്. ആംസ്റ്റർഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ അവിടെ മുഴുവൻ പോയതാണ്. നെതർലാൻഡ്സ് എന്ന് അറിയപ്പെടുന്ന ഹോളണ്ട്.
അപ്പോൾ അവിടെ അന്ന് മൊറോക്കൻസിന് അവർ 2 കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു, ശ്രീലങ്കൻസിനെയും മൊറോക്കൻസിനെയും. ഇപ്പോൾ ശ്രീലങ്കയിൽ പ്രശ്നങ്ങളൊക്കെ നടന്ന് LTTയുടെ പ്രശ്നമൊക്കെ നടന്ന് അങ്ങനെ കുറേ പേര് അങ്ങോട്ട് ഓടിപ്പോവുകയൊക്കെ ഉണ്ടായി. അവരെയും അതുപോലെ തന്നെ മൊറോക്കൻസിനെയും ഒരുപോലെ അവർ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചിരുന്നതാണ്. നല്ല ഫ്ലാറ്റുകളിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം മൊറോക്കൻസിന് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ 2000-ൻ്റെ ആദ്യ ഭാഗത്ത് വീണ്ടും ഒന്ന് ഹോളണ്ടിൽ പോയപ്പം, നെതർലാൻഡ്സിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി നേരെ തിരിച്ചായി. അവർക്കൊരു മുസ്ലിം വിരുദ്ധ മനോഭാവം വന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അവർ സംസാരിക്കുന്നവർ മുഴുവൻ പറയുന്നത് ഇവർ കൊടുത്ത ഫ്ലാറ്റുകളിലൊക്കെ മൈക്ക് ചെറുതാണെങ്കിലും അതിൻ്റെ വോളിയം ഭയങ്കരമാണ്, വലിയ വോളിയത്തിൽ പിന്നെ വാങ്ക് വിളിക്കുക, ഒരു ദിവസം 5-6 പ്രാവശ്യം ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ ഇവർക്ക് ഈ സായിപ്പിനെയൊക്കെ സംബന്ധിച്ചുള്ള ഹോൺ അടിക്കുന്നത് കേട്ടാൽ പോലും എന്ന് പറയുന്നവരാണ്, അനാവശ്യമായിട്ട് ഹോൺ അടിക്കാൻ പോലും പാടില്ല. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, പിന്നെ പരസ്യമായി റോഡിൽ നിസ്കരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വന്ന്, പിന്നെ അവിടുന്ന് പലരെയും മൊറോക്കോയിൽ നിന്ന് പലരെയും കൊണ്ടുവരിക, അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അവിടെ ഫോം ചെയ്യുക. ഇപ്പോൾ യൂറോപ്യൻസ് ഇതൊന്നും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. നമ്മളൊരു പ്രത്യേക വിഭാഗത്തിൻ്റേതായി, അത് അവിടെയാണ് മലപ്പുറത്തിനെ കുറിച്ചും പറയുന്ന പ്രശ്നം. ഈ പ്രത്യേക വിഭാഗത്തിൻ്റേതായി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയം ജനിക്കും. അത്തരത്തിലുള്ള സെക്ലൂഷൻ ഇപ്പോൾ അത് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഫോബിയയ്ക്കുള്ള പ്രധാന കാരണം. ഇപ്പോൾ വന്നിട്ട് നെതർലാൻഡ്സിൽ വലതുപക്ഷ ഒരു സർക്കാർ തന്നെ വന്ന്, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ തീവ്ര പിന്നെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു സർക്കാരാണിന്ന് ഹോളണ്ടിലുള്ളത്. അപ്പം ഇത് ഹോളണ്ടിൽ മാത്രമല്ല, യൂറോപ്പിൽ പലയിടത്തും ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ട്രംപിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇതൊക്കെ വരാനുള്ള ഒരു അവരുടെ നേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ സ്വത്വത്തെ, അവരുടെ സംസ്കാരത്തെ കൂടി വയലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വൈര ജീവിതത്തെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന എക്സ്ട്രീമിസത്തെ, സ്വൈര ജീവിതത്തെ വയലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഒരു ചെറിയ ഭയം. ഇതിങ്ങനെ വന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് വേറെ 3 പേരിങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഉൾഭയം. ഇതിങ്ങനെ സൃഷ്ടിക്കാൻ പലപ്പോഴും ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത്. അത് സ്വാഭാവികമായി ലോകത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇസ്ലാമോഫോബിയ ഉള്ളതാണ്, ഫോബിയ എന്നല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് ഫോബിയ തെറ്റായ ഒന്നല്ല. കാര്യം ആൾക്ക് പേടി തോന്നാമല്ലോ. എന്തുകൊണ്ട് പേടി എന്നുള്ളിടത്ത് ലോകത്തിന്റെ പോക്കും വിഗതികളൊക്കെ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും. വെള്ളാപ്പള്ളിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, എന്നാൽ അറേബ്യൻ രാഷ്ട്രങ്ങൾ ഇത് അതും കൂടെ പറഞ്ഞു, UAE അടക്കം സൗദി അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ വളരെ ലിബറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്നു, പർദ്ദ വേണ്ട എന്ന് പറയുന്നു, വിദ്യാഭ്യാസം ആവുന്നത്ര കുട്ടികൾ നടത്തട്ടെ എന്ന് പറയുന്നു, സ്പോർട്സിൽ സ്ത്രീകൾ പങ്കെടുക്കട്ടെ എന്ന് പറയുന്നു. അവർ മതത്തെ വേറൊരു സ്വകാര്യ പ്രശ്നമാക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു. അതായത് മതം എന്ന് പറയുന്നത് സെക്സ് പോലെ ആയിരിക്കണം എന്ന് പണ്ട് കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബെഡ്റൂമിൽ ഒതുക്കി നിർത്തണം. അതുപോലെ നിങ്ങളുടെ വീട്ടിനകത്തും ആരാധനാലയത്തിലും ഒതുക്കി നിർത്തുമ്പോൾ മതത്തിന്റെ ഒരു സ്പർദ്ധയ്ക്കുള്ള സാധ്യത കുറയും. അതിനെയാണ് സെക്യുലറിസം പറയുന്നത്. മതത്തെ എടുത്ത് നിങ്ങളുടെ സ്വകാര്യതയാക്കി വെക്കുക, അതിനെ രാഷ്ട്രീയത്തിൽ ഇടപെടുത്താതിരിക്കുക. ഒന്നിലും രാഷ്ട്രീയത്തിൽ മാത്രമല്ല, പൊതു ഇടങ്ങളിൽ ഞാനാര് നീ ആരെന്ന് പോലും അറിയാത്ത വിധത്തിൽ നമ്മൾ 2 പൗരന്മാർ മാത്രം എന്നുള്ള രീതിയിൽ പെരുമാറാൻ കഴിയുമ്പോഴാണ് അവിടെ സെക്യുലറിസം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. ഈ വെള്ളാപ്പള്ളിയിലേക്ക് നമുക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് SNDP ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മലപ്പുറത്തെ ലീഗിനല്ല, ശതത്തിൽ ലീഗിലെ പ്രമാണിമാർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പ് കിട്ടുന്നതെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടായി. നമുക്കറിയാം, ഈ നാട്ടിൽ സമുദായത്തിന് അങ്ങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. NSSന് കോളേജുകളുണ്ട്, ലീഗിനുണ്ട്, SN കോളേജുകളുണ്ട്. ഈ ഒബ്സർവേഷൻ വെള്ളാപ്പള്ളിയുടെ ശരിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ല, അത് പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈഴവരാണ് ആദ്യമായിട്ട് ഈ ഇത്തരത്തിൽ പിന്നെ ഈ ക്രിസ്ത്യാനികൾ കഴിഞ്ഞിട്ട് കോളേജുകൾ NSSനോടൊപ്പം SN കോളേജുകളൊക്കെ സ്ഥാപിക്കുന്നതിൽ, പ്രത്യേകിച്ച് R. ശങ്കർ കൊല്ലത്തെ SN കോളേജ് സ്ഥാപിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ കോളേജുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇത് കണ്ട് പല ഈഴവരും ഇത്തരത്തിൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ തന്നെയൊക്കെ ആരംഭിക്കുകയുണ്ടായി. പക്ഷെ മലപ്പുറത്ത് ഈ പറഞ്ഞത് ശരിയാണ്, അവിടെ അവർക്കത് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ SNDPയുടെ ഒരു കോളേജ് തുടങ്ങുകയും അപ്പുറത്ത് മുസ്ലിമിൻ്റെ ഒരു കോളേജ് ഇരിക്കുകയും ചെയ്താൽ നാച്ചുറലി അവർ അപ്പുറത്തെ കോളേജിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ആ ഒരു അവസ്ഥയും അവിടെ നിലനിൽപ്പുണ്ട്. പല കമൻറ്റുകളിലും ഒരു മലപ്പുറം വിരുദ്ധത, അത് സംഘപരിവാർ അടിച്ചേൽപ്പിക്കുന്ന ഒരു മലപ്പുറം വിരുദ്ധത വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വരുന്നുണ്ട് എന്നൊരു തരത്തിലുള്ളൊരു പല കമൻറ്റുകളും കണ്ടു. കാരണം കേരളം, ഇപ്പം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളം അവർക്കൊരു
എത്തിപ്പെടാനാവാത്ത ബാലികേറാമലയാണ്. ബാലികേറാമലയാണ്. അവരെ സംബന്ധിച്ച് കേരളം മൊത്തത്തിൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സംസ്ഥാനമായി വരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ഉള്ളിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘപരിവാർ മലപ്പുറത്തിനെതിരായി പലപ്പോഴും നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലിങ്ങോ പല പ്രസ്താവനകളോ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് വരുന്നത് സംഘപരിവാറിൻ്റെ ആശയങ്ങളാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുന്നുണ്ട്. അത് അത്ര ശരിയാണോ? സംഘപരിവാറിന്റെ ആശയങ്ങൾ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ കുറേ നാളായിട്ടുള്ള ആ ഒരു ചെറിയ വ്യതിയാനം അത് ബോധ്യമാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി വെള്ളാപ്പള്ളി പറഞ്ഞ പല ആശയങ്ങളുണ്ട്. അതായത് മുസ്ലിം ലീഗ് ഹിന്ദുക്കളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അവരന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ഒരു UC രാമനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ രാമൻ സ്ഥാനാർത്ഥിയായത് ആ മണ്ഡലം SC/STക്കുള്ള മണ്ഡലമായിരുന്നുകൊണ്ടാണ്. അദ്ദേഹം 2001-ലും 2006-ലും കുന്നമംഗലത്ത് നിന്ന് ജയിക്കുകയുണ്ടായി. അപ്പോൾ കുന്നമംഗലം എന്ന് പറയുന്ന അന്ന് SC മണ്ഡലമായിരുന്നു. അപ്പോൾ അവിടെ SCക്കല്ലാതെ ഒരു ഞമ്മൻ്റെ ആളിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാമനെ അന്ന് പൊക്കിക്കൊണ്ട് വന്നത്. അങ്ങനെ രാമൻ 2 പ്രാവശ്യം അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ SC പദവി മാറി. ആ മണ്ഡലത്തിന് ആ പദവി മാറിയപ്പം രാമനെ അവിടെ നിർത്തി തോക്കുകയും ചെയ്തു. രസമല്ല, രാമൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി ആയിരുന്നേ ഉള്ളൂ. അദ്ദേഹം മത്സരിച്ചത് കോണി ചിഹ്നത്തിലും അല്ല, അദ്ദേഹം വിമാനം ചിഹ്നത്തിലും. മുസ്ലിം ലീഗിൽ നമുക്ക് ഇസ്ലാം മതവിശ്വാസികളുള്ളവർക്ക് മെമ്പർഷിപ്പ് കിട്ടില്ലല്ലോ. മെമ്പർഷിപ്പ് ഇപ്പോൾ അവർ ചിലർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രാമനോട് തങ്ങൾ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഇതിനകത്ത് ചേരണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ രാമൻ അവസാനം ചേരുകയും ചെയ്തു. ചേർന്ന് അവരുടെ ഒരു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയിലോ അങ്ങാണ്ട് മെമ്പറൊക്കെ ആയിരുന്നു കുറച്ചാണ്. ഒരു സംഘിച്ചായ്വിലേക്കാണ് വെള്ളാപ്പള്ളി എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടിരുന്നത്. അത് ലീഗ് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ജനാധിപത്യ പാർട്ടി ആണെങ്കിൽ അവർ BJP ആരോപിക്കുന്നതാണല്ലോ, അവിടെ ഏത് ഹിന്ദു ഉണ്ട് അല്ലെ ഏത് മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യം തിരിച്ചിപ്പോൾ വെള്ളാപ്പള്ളിയും ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളിൽ ഏത് ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ. ഇപ്പോൾ അബ്ദുൽ സലാം എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി മലപ്പുറത്ത്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ BJP നിർത്തി ഏക MP ലെവലിലേക്ക് വരേണ്ട ഒരു സ്ഥാനാർത്ഥി അബ്ദുൽ സലാമായിരുന്നു. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നു. നല്ലൊരു പണ്ഡിതനാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അവിടെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിനെ ദയനീയമായി പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഒറ്റ കാരണം അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ആ പറഞ്ഞതും ഈ പറഞ്ഞതും ഒക്കെ നോക്കുമ്പം കുറച്ച് ന്യായം അതിനകത്തുണ്ട്. അപ്പോൾ എവിടെയാണ്? അതെ, ഇപ്പം നമ്മൾ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു. കേരള കോൺഗ്രസ് ഒരു 3-4 മറ്റു വിഭാഗക്കാരെയും കൂടെ എടുക്കുന്നുണ്ട്. അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളല്ല, അല്ലാതെ ഒരു കുറുപ്പും ഒരു ഒരു മതേതര പാർട്ടിയാണ് ഞങ്ങൾ, കുറച്ചുകൂടി അത്യാവശ്യം എന്താ പറയുക ഫ്രീഡം ഒക്കെ അനുവദിക്കുന്ന ഒരു മോഡേൺ പാർട്ടിയാണെന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം 10 അന്യമതസ്ഥരെങ്കിലും വേണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു അന്യമതസ്ഥരും പാടില്ല എന്ന് പറയുകയും മറ്റുള്ളവർ ഞങ്ങളുടെ ആരെയും BJP ഞങ്ങളുടെ ആരെയും ഉൾപ്പെടുത്തുകയില്ല എന്നും പറയുന്നതിലുള്ള ഇരട്ടത്താപ്പാണ്. അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ ഒരു 10 പേര് 20 MLA കിട്ടുന്നുണ്ട്, അതിൽ 10 പേര് ഹിന്ദു ആയിരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഒരു എക്സ്ട്രീമിസ്റ്റിന്റെ വാക്കുകളാണെന്നൊരു അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. എക്സ്ട്രീമിസ്റ്റ് അല്ല, പക്ഷേ അദ്ദേഹം ഈ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ മിമിക്രിക്കാർ പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ പറച്ചിലുണ്ടല്ലോ, ഈ മറ്റവൻ്റെ മറുപുറം കാണുന്ന ഒരു കുന്തമുന അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആള് പറയുന്നുണ്ട് കുമാരനാശാൻ്റെ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, ആ മഹത്വം ആലോചിക്കണം എന്നൊക്കെ. കുമാരനാശാൻ്റെ ഒരു ലോകമല്ല ഇപ്പം. ഇന്ന് കുമാരനാശാനാണ് SNDPയുടെ സ്ഥാനം കൊടുത്തത്, അദ്ദേഹം ഇട്ടെറിഞ്ഞ ചോടിയനെ. അദ്ദേഹത്തിന് ഒരു മതത്തിൻ്റെയും അതിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ആ വിധത്തിൽ അന്ന് ഒരു സാംസ്കാരിക തലം, ഒരു ആത്മീയ തലമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആശയങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നപ്പോഴാണ് ആശയഗംഭീരനായ ആശാൻ അവിടെ നിന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു ആശാൻ നിൽക്കാൻ പറ്റില്ല. നമ്മൾ സുകുമാർ അഴീക്കോടിനോട് മുമ്പ് ചോദിച്ചു, അങ്ങനെ SNDPയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം അദ്ദേഹം ഒരു തീർപ്പ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ അവിടെ തീർപ്പ് അധ്യക്ഷൻ പോലെയൊക്കെ വന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാമോ കുറച്ച് നാൾ. അദ്ദേഹം പറഞ്ഞു, അയ്യോ അറബിക്കടലിൽ ചാടിയാലും ഞാൻ ഇതിലോട്ടില്ലാന്ന്. കാരണം ഈ മതസംഘടനകളെയും സാമുദായിക സംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയൊക്കെ കൊണ്ടുപോകുന്നതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് പണം വേണം,
അതിനകത്ത് ശക്തി വേണം, അതിനകത്ത് ആശയം വേണം, അതിനകത്ത് ചിലപ്പം വിരോധം വരുന്ന വിധത്തിലൊക്കെ ചിലപ്പം പുഷ് ആൻഡ് പുള്ളോട് കൂടി സംസാരിക്കേണ്ടി വരും. ഇതൊക്കെ പറ്റുന്ന ഒരു മെയ്വഴക്കം SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മന്നത്ത് പത്മനാഭന് അന്ന് ഉണ്ടായിരുന്ന 1959 ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനം ഇന്ന് വെള്ളാപ്പള്ളിക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 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 വിമോചന സമരം ഇന്ന് നടത്തുകയാണെങ്കിൽ അതിൻ്റെ തലപ്പത്തേക്ക് വെള്ളാപ്പള്ളിക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിനെ നാവടക്കു നടേശ എന്ന് പറഞ്ഞതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ്. കേരളത്തിൽ ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഒരു സാമുദായിക സംഘടനയ്ക്ക് സംസാരിക്കുന്നത് ഒരു സമുദായത്തെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ട് തന്നെ അത് ഒരു സാമുദായിക പാർട്ടി ആയിക്കൊള്ളട്ടെ, അതിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, അവർക്ക് അവരുടെ നിങ്ങൾ പുരോഗമനപരം ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കുന്നതിൽ പരിമിതികൾ വരും. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ സെക്കുലറിസത്തിൻ്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എവിടെയൊക്കെയോ ചില സത്യങ്ങളുണ്ട്. പറഞ്ഞ ഭാഷ ചിലപ്പോൾ ഒരു തീവ്രവാദ സ്വരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് ഇടയിലാണ് എവിടെയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമുക്കതിനെ ശരിയെന്നോ പൂർണ്ണമായ അർത്ഥത്തിൽ തെറ്റെന്നോ പറയാൻ സാധിക്കില്ല. പക്ഷേ ലീഗിനും ഇതിനകത്ത് കൃത്യമായ റോളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതുമായി തന്നെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. എന്തായാലും ഇതൊരു ചർച്ചയായി വരുന്നു. എന്തായാലും മലപ്പുറം നമുക്ക് അന്യമായ ഒരു സ്ഥലമൊന്നുമല്ല. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഷ കൊണ്ടും അല്ലെങ്കിൽ നല്ല നാട്ടിലെ ആളുകളാണ്. നമ്മൾ ഒരു ഫോബിയ ഉണ്ടാക്കി ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കാതെ അതിന് പകരമായി സാംസ്കാരികമായി ചർച്ചകൾക്കൊടുവിൽ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാകണം. അത് സാമുദായിക നേതാക്കന്മാർക്ക് ആദ്യം ഇതിനകത്തൊരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരുപാട് നന്ദി സാർ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.